കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. മാനസിക സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും അനുഭവിക്കുന്നവർക്ക് ചികിത്സാ സമ്പ്രദായത്തിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് മോഹനിദ്ര, അതായത് ഹെപ്നോസിസ്. ഈ മോഹനിദ്ര നിർദ്ദേശങ്ങൾ വഴി, സാധാരണ ഉറങ്ങാൻ പറ്റാത്തവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് നമ്മൾ അവരെ ഉറക്കുകയാണ്. നിർദ്ദേശങ്ങൾ വഴി നിദ്ര പോലെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് മോഹനിദ്ര. നമ്മൾ നിർദ്ദേശത്തിലൂടെ നമ്മൾ അവരെ ഉറക്കിക്കൊണ്ടുവരും. അങ്ങനെ ഉറങ്ങുന്നതിലൂടെ അവരുടെ മനസ്സിന്, ആ താളം തെറ്റിയ മനസ്സും ആ മനസ്സിന്റെ ആ ഒരു സങ്കല്പാവസ്ഥയും എല്ലാം ഒരു സന്തുലനാവസ്ഥയിലേക്ക് വരുന്നു. നിദ്രയുമായിട്ട് ഏതാണ്ട് സാമ്യമുള്ള ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഈ മോഹനിദ്ര എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് യഥാർത്ഥ നിദ്രയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് മരുന്ന് കഴിച്ചോ മറ്റേതെങ്കിലും തരത്തിലോ രാത്രി ഉറങ്ങുന്ന പോലെ അങ്ങനെ ഉറങ്ങുന്ന ഒരു യഥാർത്ഥ ഒരു നിദ്രയല്ല, അങ്ങനെ ഡീപ്പായിട്ടല്ല. എങ്കിൽ തന്നെയും നമ്മൾ ഈ മസ്തിഷ്ക തരംഗങ്ങളെ നമ്മൾ പാടി ഉറക്കുന്ന ഒരു രീതിയാണ് ഈ മോഹനിദ്ര എന്ന് പറയുന്നത്. മനോരോഗികൾ കൂടുതലും ചികിത്സയ്ക്കായിട്ട് മാനസിക ഉപദ്രവം നടത്താൻ ഇത് പ്രയോജനപ്പെടാറുണ്ട്. അങ്ങനെയാണ് മോഹനിദ്രയിലൂടെയാണ് നമ്മൾ മാനസിക രോഗികളെയൊക്കെ ഈ മോഹനിദ്രയിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവബോധ മനസ്സിൽ ഉടികൊള്ളുന്ന സംഘർഷാവസ്ഥ, അവബോധ മനസ്സിൽ ഉണ്ടാകുന്ന സംഘർഷാവസ്ഥയെ അതിൻ്റെ ഉൾപ്പൊരുളിനെ മനസ്സിലാക്കാനാണ് ഈ മോഹനിദ്ര ഉപയോഗിക്കുന്നത്. അതായത് ഒരു മനോരോഗ ചികിത്സാ രംഗത്ത് ശരിക്കും പറഞ്ഞാൽ ഔഷധങ്ങളെക്കാൾ പ്രധാനമായിട്ട് ഈ മോഹനിദ്രയിലൂടെ ചികിത്സയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ പറ്റാത്ത ആളോ അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ്സുള്ള ആളോ ഈ മോഹനിദ്ര നൽകി ഉറങ്ങിക്കഴിയുമ്പോൾ അയാളുടെ മനസ്സിനുണ്ടാവുന്ന ആ ശാന്തതയും ആ മനസ്സിൽ അനുഭവിക്കുന്ന ആ ഒരു എന്താ പറയുക സൗമ്യഭാവമൊക്കെ നമുക്ക് മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ ആ പുള്ളിയിലെ അദ്ദേഹത്തിലേക്ക്, അതായത് ആ ഒരു വ്യക്തിയിലേക്ക് നമുക്ക് അനുഭവിപ്പിക്കാൻ പറ്റും. അങ്ങനെ അനുഭവിപ്പിക്കുമ്പോഴാണ് നമുക്ക് അവബോധ മനസ്സിന്റെ യഥാർത്ഥ ഉറക്കമല്ല, ശരിയായതല്ല, ഉറക്കിയതാണ് എന്നുള്ള ചിന്തയിലൂടെ നമ്മൾ ഈ മോഹനിദ്രയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ മോഹനിദ്രയിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇട്ടുകൊടുത്ത് അദ്ദേഹത്തിന് ഒരു നല്ല തലത്തിലേക്ക് ഉയർത്തി, മാനസികാവസ്ഥയിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും.